എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അലീന സ്നേഹനികേതനത്തിലെ അവസാനത്തെ അന്തേവാസിയാണ്. അവളും അവിടുന്ന് പടിയിറങ്ങുക. അന്നേരം ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അലീനയ്ക്ക്. കാരണം ശരിക്കും ഇപ്പോഴാണ് ആരും ഇല്ലാണ്ടായത്. ഇത്ര നാളും ബ്രിജിത്താമ്മ ഉണ്ടായിരുന്നു, അവിടെ ഒരുപാട് കുട്ടികളും അതുപോലെ രേവതിക്കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റേത് എന്ന് പറയാൻ അല്ലെങ്കിൽ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറയാൻ ആരുമില്ലല്ലോ. അതിൻ്റെ സങ്കടമെല്ലാം അലീന പറയുന്നുണ്ട്. അലീന പറയുവാണ്, ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഒരു അനാഥയായത്, ആരും ഇല്ലാത്തവൾ എന്നിങ്ങനെ പറയുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടുന്ന് ഇറങ്ങുന്ന അവർ ആദ്യമേ ചെല്ലുന്നത് മനുവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴും ആകെ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. അലീനയുടെ മുഖം കാണുമ്പം പാവം തോന്നും. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് കയറി ചെല്ലുന്നതേ നമ്മുടെ കമലയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല. കമല വന്നിട്ട് മനുവിനോട് ചോദിക്കുവാണ്, ഇതാണോടാ വേലക്കാരി എന്ന്. അന്നേരം മനു പെട്ടെന്ന് ദേഷ്യം വരും മനുവിന്. മനു പറയുന്നുണ്ട്, ഇത് വേലക്കാരിയും കൂലിക്കാരിയും ഒന്നുമല്ല, കെയർ ഗീവർ, വയ്യാതെ കിടക്കുന്നവരെ ശുശ്രൂഷിക്കുന്ന ആൾ, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അന്നേരം മനുവിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, ഇത് തീരെ ചെറിയ കുട്ടിയാണല്ലോ, ഞാൻ ഇത്തിരി മുതിർന്ന ഒരു സ്ത്രീയാണ് മനസ്സിൽ സങ്കല്പിച്ചതെന്ന് മനുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അന്നേരം കമല വീണ്ടും പറയുവാണ്, അതെ, ഇത്തിരി തഴക്കവും പഴക്കവും ഒക്കെ ചെന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു സ്ത്രീ മതിയായിരുന്നു എന്ന് പറയുവാണ്. ഇതെല്ലാം കേൾക്കുന്ന ബാലചന്ദ്രനും ഇത്തിരി നീരസമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുവാണ്, എന്തിനാ ഈ തഴക്കവും പഴക്കമൊക്കെ? ഇവിടെ നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കാനോ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനോ വിറക് കൊത്തിക്കീറാനോ ഒന്നും അല്ലല്ലോ ആ കുട്ടി വന്നത്. വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയെ നോക്കണം, അതിന് ആ രീതികൾ അറിയാവുന്ന ഒരു കുട്ടി പോരെ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ബാലചന്ദ്രനോട് തിരിച്ചെതിർത്തൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് കമല ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുന്നു. ഇതെല്ലാം കേട്ട് പേടിച്ചും സങ്കടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. ശരിക്കും മനുവിൻ്റെ മുത്തശ്ശി താമസിക്കുന്നത് വൈജയന്തിയുടെ കൂടെ, അലീനയുടെ അമ്മയുടെ കൂടെയാണ്. അപ്പം ഇവിടുന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അലീനെ അങ്ങോട്ട് കൊണ്ടുപോകുമായിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പം ഇതിനേക്കാൾ ഒരു മുരട്ട് സ്വഭാവമാണ് വൈജയന്തിക്ക്. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്. എപ്പിസോഡ് വന്നിട്ടില്ല. എപ്പിസോഡ് വരുമ്പോൾ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട്